നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യുക, വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്യരുത്. ഓക്കെ, വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും അപ്ലൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പലപ്പോഴായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതേ കൂടാണ്ട് സെൻട്രൽ ഗവൺമെന്റിന് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് വരുവാണല്ലോ. നമ്മൾ ഇതുവരെ തന്നെ എന്താ കുറെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റ്. അതിന്റെയൊക്കെ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എക്സാം പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ്. അതായത് നോൺ ടെക്നിക്കൽ പ്ലസ് ടെക്നിക്കൽ, അല്ലെങ്കിൽ എന്താ പറയുക ആപ്റ്റിറ്റ്യൂഡ് പ്ലസ് റീസണിങ് പ്ലസ് അതേപോലെ ജനറൽ, അതെ, ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും, പിന്നെ നമ്മളെ ടെക്നിക്കൽ സബ്ജക്ട്, അല്ലെങ്കിൽ ടയർ വൺ ടയർ ടു. ഓൾമോസ്റ്റ് നിങ്ങൾ ഒരു കോർ ഫീൽഡിൽ നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എന്താ കോർ സബ്ജക്ട്സ് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. ഈ കോർ സബ്ജക്ട്സ് തന്നെയാണ് അവിടെ മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എന്താ പറയുക ജനറൽ അവയർനെസ്, അതായത് റീസണിങ് കാര്യങ്ങളും ആപ്റ്റിറ്റ്യൂഡും ഒക്കെ നോക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ നിങ്ങളൊരു കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ ആണ്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള എക്സാംസിന് വേണ്ടി കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക, കൃത്യമായിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് ഫോൾട്ട് വന്നേക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് ഏതൊക്കെ ഏരിയാസ് ആണ് ഇമ്പ്രൂവ് ആവേണ്ടത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ. അപ്പൊ എല്ലാ എക്സാമും എന്ത് ചെയ്യുക, നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, എക്സാംസ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ഇതേപോലെ കുറെ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ടാവും. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ എല്ലാത്തിനും വീഡിയോ എന്ത് നമ്മൾ യൂട്യൂബ് ചാനൽ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല ഈ ഒരു വീഡിയോയിലോട്ട് പോകാം. വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂക്കേഷൻ. അപ്പൊ നമ്മളിപ്പോ ഇന്നിപ്പോ വന്നിട്ടുള്ളത് ഇന്ത്യൻ പോർട്ട് അസോസിയേഷൻ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇന്ത്യൻ പോർട്ട് അസോസിയേഷനിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ന്യൂ മാംഗ്ലൂർ പോർട്ട് അതോറിറ്റി, ചെന്നൈ പോർട്ട് അതോറിറ്റി, പാരദീപ് പോർട്ട് അതോറിറ്റി, കൊച്ചിൻ അത് പോർട്ട് അതോറിറ്റി, കാമരാജ പോർട്ട് അതോറിറ്റി. അപ്പൊ ഇതിലിപ്പം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ക്ലാസ് 1, 50,000 തൊട്ട് 1,60,000 സ്കെയിൽ ഓഫ് പേ വന്നുള്ളത്. അതിൽ നമ്പർ ഓഫ് പോസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ മാംഗ്ലൂർ പോർട്ട് അതോറിറ്റിയിൽ ഒന്നാണ്, ചെന്നൈ പോർട്ട് അതോറിറ്റിയിൽ ഒന്നാണ്, പാരദി പോർട്ട് അതോറിറ്റിയിൽ മൂന്നാണ്, കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ ഒന്നാണ്. ഓക്കെ, കേരളത്തിൽ തന്നെയാണ് കൊച്ചിയും വരുന്നുണ്ട്. പിന്നെ മാംഗ്ലൂർ, പിന്നെ ചെന്നൈ, അതൊക്കെ നിയർ ബൈ തന്നെയാണ് അല്ലെ. നിങ്ങൾ ഇപ്പോൾ RRBJ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിയർ ബൈ തന്നെയാണ് കിട്ടുന്നുണ്ടാവുക അല്ലെ. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ വേക്കൻസീസിന്റെ കാര്യം. അപ്പൊ നിങ്ങളോട് പറഞ്ഞ വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. അപ്പൊ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 6-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. 28-ാം തീയതി വരെ എന്താ നിങ്ങൾക്ക് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്ലിക്കേഷൻ ഫീ ഒക്കെ കുറവാണ്. അതിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോവാം. എക്സാം സിലബസ് കാര്യങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ ഇതിലിപ്പോ ഡെസിഗ്നേഷൻ പറഞ്ഞേക്കുന്നത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്. ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇക്വലന്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഡിസൈറബിൾ എക്സ്പീരിയൻസ് ആണ്, മാൻഡേറ്ററി അല്ല. ഡിസൈറബിൾ ആണ്. ഡിസൈറബിൾ എന്ന് പറഞ്ഞാൽ എന്താ, വേണം, മാൻഡേറ്ററി അല്ല. ഓക്കെ, ഉണ്ടെങ്കിൽ അഭികാമ്യം എന്നേ ഉള്ളൂ. ഓക്കെ, അവർ പറഞ്ഞ 2 years എക്സിക്യൂട്ടീവ് എക്സ്പീരിയൻസ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ഇൻ ഇൻഡസ്ട്രിയൽ കൊമേഴ്സ് ആണ്. അത് അപ്ലിക്കബിൾ അല്ല. ഓക്കെ, അപ്ലിക്കബിൾ അല്ല. ഇനി അടുത്ത് നമുക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ ഫസ്റ്റ് ക്ലാസ് 60% ഓർ മോർ ബി ടെക് ഓർ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അതാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് ആണ്. ഈ കാമരാജ പോർട്ട് അതോറിറ്റി ലിമിറ്റഡ് അവിടെയാണ് സെക്കൻഡ്, എന്താ പറയണ്ടേ, രണ്ട് പോസ്റ്റാണ് അവിടെ ഉള്ളത്. അപ്പൊ അവിടെ ഫസ്റ്റ് ക്ലാസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മാത്രമേ പറയുന്നുള്ളൂ. അവിടെ എക്സ്പീരിയൻസ് ആവശ്യമില്ല. അപ്പൊ ഇതിൽ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 30 വയസ്സാണ് ഏജ് ലിമിറ്റ് ഉള്ളത് കേട്ടോ. 30 വയസ്സാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. ഏജ് ലിമിറ്റ് പറഞ്ഞു. മേജർ പോർട്ട് അതോറിറ്റിയും മാക്സിമം ഏജ് ഉണ്ട്. ജൂനിയർ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് വെച്ചിട്ടുണ്ടെങ്കിൽ 30 വയസ്സാണ് ഏജ് ലിമിറ്റ്. അതുപോലെ OBC SC ST കാൻഡിഡേറ്റ്സിന് 3-5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. PWD കാൻഡിഡേറ്റ്സിനും 10 വർഷം അവിടെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ ഇന്ത്യൻ സിറ്റിസൺ ആവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത് എന്ത് ചെയ്യാം, സ്ട്രക്ചർ ഓഫ് ഓൺലൈൻ എക്സാം. ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു സ്പെഷ്യലൈസേഷൻ. ഇലക്ട്രിക് ആണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ 100 മാർക്കിന്റെ 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. പിന്നെ റീസണിങ്, QA, GA, ഇതൊക്കെ എന്താ എല്ലാ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനും എന്താ ഈ സെയിം സാധനം തന്നെയാണ് വരുന്നുണ്ടാവുക. റീസണിങ്, QA, ജനറൽ അവയർനെസ്. പിന്നെ ടെക്നിക്കൽ, നിങ്ങൾ സ്വാഭാവിക ടെക്നിക്കൽ എന്താ കേരള PSC ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്നിക്കൽ അവിടെ നോക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ RRBJ നോക്കിയാണെങ്കിൽ റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ അവിടെ നോക്കിയിട്ടുണ്ട്. ജനറൽ അവയർനെസ്സും നോക്കിയിട്ടുണ്ട്. സി, ഇത് കണ്ടില്ല, ഇതൊക്കെ എന്താ സെറ്റ് ഓഫ്, ഇപ്പം കൊച്ചിൻ ഷിപ്പ്യാർഡ് ആവട്ടെ, അല്ലെങ്കിൽ DFCCL ആവട്ടെ, എല്ലാം നമ്മൾ അതിന് കുറെ വീഡിയോസ് നമ്മൾ ചെയ്തല്ലോ. അതിനൊക്കെ സിലബസിന്റെ പാറ്റേൺ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ സെയിം ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഇവിടെ ഒരു എക്സ്ട്രാ ഉള്ളത് എന്താ വെച്ചാൽ ഇംഗ്ലീഷ് ലാംഗ്വേജോടെ എക്സ്ട്രാ ഉണ്ട് കേട്ടോ. നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജോടെ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ 120 minutes, 110 questions, 160 marks.
ടെക്നിക്കലിന് മാത്രം 2 മാർക്കാണ് ഒരു ക്വസ്റ്റിന്, ബാക്കി എല്ലാത്തിനും എന്താ ഒരു ക്വസ്റ്റിന് 1 മാർക്ക് എന്ന രീതിയിൽ. അതേപോലെ 1/4 എന്താ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1/4 നെഗറ്റീവ് മാർക്കിംഗ്. അതേപോലെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം എന്താ 40% മാർക്ക്, ജനറൽ കേസിൽ OBC 35, SST 30%, PWD 30%. എന്നാലും മാത്രം എന്ത് ചെയ്യുള്ളൂ, അവര് അവിടെ നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ ചെയ്യുള്ളൂ, ഐ മീൻ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ. പിന്നെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാല് CBTയും അല്ലെങ്കിൽ എന്ത് ഇന്റർവ്യൂവിന് ബേസ് ആയിട്ടാണ് അവിടെ എന്ത് ചെയ്യാം സെലക്ഷൻ പ്രൊസീജിയർ ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് അവിടെ സ്വാഭാവികമായിട്ട് അവിടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്ലിക്കേഷൻ ഫീ ഇതാണ്: 400, 300, 200. എക്സ് സർവീസിന് PWD കാൻഡിഡേറ്റ്സിന് ഫീ ഒന്നും ഇല്ല. എക്സാമിനേഷൻ സെന്റർ എന്തെയാ നമുക്ക് മേജർ പോർട്ട് സിറ്റീസിൽ കൊച്ചിയിൽ എന്തായാലും ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെയാ സ്റ്റേറ്റ് ക്യാപിറ്റൽസിലായിരിക്കും ഉണ്ടാവും. എനിക്കൊന്ന് എറണാകുളത്തും തിരുവനന്തപുരത്തും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ എക്സാം ഡേറ്റ് എന്താ 21 ഡേയ്സ് മുന്നേ എന്താ നിങ്ങൾ ഇൻഫോം ചെയ്യുന്നുണ്ടാവും. അല്ലാതെ ഇപ്പോഴേ അവരെ ടെന്റേറ്റീവ് എക്സാം ഷെഡ്യൂൾ ഇതിൽ പറഞ്ഞിട്ടില്ല. 21 ദിവസം മുന്നേ എന്താ അവരവിടെ എക്സാം ഷെഡ്യൂൾ നിങ്ങൾ ഇൻഫോം ചെയ്യുന്നുണ്ടാവും. ഐഡന്റിറ്റി വെരിഫിക്കേഷന് ആധാർ കാർഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടി വരും. അതേപോലെ എക്സാം, അതായത് അഡ്മിറ്റ് കാർഡിന്റെ പർപ്പസ് സമയത്ത്, ഓക്കെ, എക്സാംസിന്റെ സമയത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടി വരും. ഓക്കെ. പിന്നെ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങൾക്ക് ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മനസ്സിലാവുന്നുണ്ടാവും. ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞാൽ www.ipa.nic.in കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിനകത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് എന്താ ജസ്റ്റ് അവിടെ കയറിയിട്ട് എന്താ എക്സാംസിന് വേണ്ടി അപ്ലൈ കൊടുക്കാം. ഓക്കെ. എക്സാമിനേഷൻ മെത്തഡോളജിയും കാര്യങ്ങളൊക്കെയാണ്. ആ, അതേപോലെ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ അപ്പോയിന്റ്മെന്റ് ആണ്, അതുപോലെ സർവീസ് ടൈംസ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കുക. ലീഗൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോ ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്, എന്താ നമ്മളൊരിക്കലും വേക്കൻസി നോക്കിയിട്ട് എന്താ അപ്ലൈ ചെയ്യാണ്ടിരിക്കരുത്. വേക്കൻസി നിങ്ങൾക്കൊരു എപ്പോഴും ക്ലീഷ ഡയലോഗാണ് അറിയാം, പക്ഷെ നിങ്ങൾക്ക് ഒരു വേക്കൻസി മാത്രമേ നിങ്ങൾക്ക് അവിടെ ആവശ്യമായിട്ടുള്ളൂ. അപ്പൊ ആ ഒരു വേക്കൻസി നിങ്ങളുടെ തന്നെയാണെന്നുള്ള രീതിയിൽ എന്ത് നിങ്ങൾ നോക്കുക, അതിനനുസരിച്ചിട്ട് എഫേർട്ട് എടുക്കുക. ഓക്കെ. അപ്പോ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.